വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു DIY പ്രോജക്റ്റ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സിമൻറ്റ് ചട്ടികളൊക്കെ കണ്ടിരുന്നില്ലേ നിങ്ങൾ? അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ മേലെ കാർഡായിട്ടിടാം, നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കണ്ടോളൂ. അപ്പോൾ ആ ചട്ടികളൊക്കെ പ്ലാന്റൊക്കെ വെച്ചതിന് ശേഷം അത് വെക്കാൻ നല്ലൊരു സ്റ്റാൻഡാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ഇവിടെ കുറേ മരക്കഷ്ണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പിന്നെ മരം മുറിക്കാനുള്ള ടൂൾ കിറ്റൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ നമ്മളെ കയ്യിലിപ്പം മരം മുറിക്കാനുള്ള ഈ കട്ടർ ഇല്ലെങ്കിലും നമുക്ക് ആക്സോ ബ്ലേഡൊക്കെ വെച്ചിട്ട് വിചാരിച്ചാൽ നമുക്ക് ഈ ഒരു DIY സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. മെലിഞ്ഞ നീണ്ട 4 മരക്കഷ്ണങ്ങളാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. 2 ഒരു സൈഡും വേറൊരു സൈഡുമായിട്ട് കാലായിട്ടാണ് ഈ നീണ്ട 4 കഷ്ണങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ പോണത്. ഞങ്ങളിവിടെ ഉണ്ടാക്കിയത് 3 തട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ ആ തട്ട് വെക്കാൻ കാലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ആ തട്ട് പിടിക്കാനുള്ള മരത്തിന് ഒരു സ്പേസ്, ഒരു ഹോൾഡർ ഉണ്ടാക്കുകയാണ്. ആ തട്ട് വെക്കാനായിട്ടുള്ളൊരു സ്ഥലം ഉണ്ടാക്കുകയാണ് ഇപ്പം. അപ്പോൾ അതിനായിട്ട് കുറച്ച് മരക്കഷ്ണങ്ങൾ മുറിക്കാണ് ഇവിടെ. ഈ 2 കാലിൻ്റെയും താഴെ ഒരു നീണ്ട ഒരു മരക്കഷ്ണം ലൈനായിട്ട് വെച്ചത് കണ്ടിട്ട് എന്താണെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നിലത്ത് വെച്ചിട്ട് ഒരേ ലൈനിലെല്ലാം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊരു ബേസായിട്ട് വെച്ചതാണ്. മരം മുറിക്കുന്ന മെഷീന് ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് ശ്രദ്ധിക്കണം. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ശ്രദ്ധിച്ചിട്ട് വേണം അത് ഉപയോഗിക്കാൻ. അപ്പോൾ ഈ നിലത്ത് വെച്ചിട്ടുള്ളത് 2 സൈഡിലുള്ള കാലാണ്. അപ്പം ഈ കാലിന് നമ്മൾ 3 ചെറിയ മരക്കഷ്ണങ്ങൾ മുറിച്ചിട്ട് സ്ക്രൂ ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ അടിക്കാൻ പോണ ഈ ചെറിയ 3 പലകകൾ 2 കാലിൻ്റെതും ഉള്ളിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. കാരണം നമ്മൾ വെക്കാൻ പോകുന്ന തട്ടിൻ്റെ ഷെൽഫിൻ്റെ ഹോൾഡറായിട്ടാണ് നമ്മൾ ഈ 3 പലകകളും വെക്കുന്നത്, സ്ക്രൂ ചെയ്യാൻ പോണത്. അപ്പോൾ അത് 2 കാലിൻ്റെയും ഉള്ളിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം സ്ക്രൂ ചെയ്യണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഡ്രിൽ ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അത് 2 ഉള്ളിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കണം. അപ്പം നമ്മുടെ 2 സൈഡിലെയും കാല് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിനിടയിൽ വെക്കാനുള്ള ഷെൽഫ് മുറിച്ചിട്ടെടുക്കാം. കുറച്ച് വീതി കൂടിയ മരക്കഷ്ണങ്ങളാണ് നമ്മളിവിടെ ഇപ്പം ഷെൽഫായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം അടിയിലത്തെ ലെയറിന് നമ്മളിപ്പം 2 മരക്കഷ്ണങ്ങളാണ് വെച്ച് കൊടുക്കുന്നത്. ഇതൊക്കെ ഭദ്രമായിട്ട് നിൽക്കാനും നല്ല ബാലൻസോടെ നിൽക്കാനും നമുക്കിതൊന്ന് സ്ക്രൂ ചെയ്യാം. സ്റ്റാൻഡിന് കുറച്ചുകൂടെ ബാലൻസ് കിട്ടാൻ കുറച്ച് തിന്നായിട്ടുള്ള മരക്കഷ്ണങ്ങൾ ഈ ഷെൽഫിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒന്ന് സ്ക്രൂ ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഭംഗിയാക്കാം. ചില മരക്കഷ്ണങ്ങളിലൊക്കെ സിമൻറ്റ് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അത് റിമൂവ് ചെയ്യാണ്. സ്ക്രാച്ച് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്തിട്ട് എടുക്കുകയാണ്.
സിമെൻ്റൊക്കെ സ്ക്രാച്ച് ചെയ്തിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ആദ്യം വുഡിനടിക്കുന്ന പ്രൈമർ അടിക്കാം. പ്രൈമർ അടിച്ചതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ പ്രൈമറൊക്കെ ഫുൾ അടിച്ചതിന് ശേഷം അത് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഷെൽഫ് പെയിൻറ്റ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിനി നമ്മളെ ചെടിച്ചട്ടികളൊക്കെ സ്റ്റാൻഡിൽ വെക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല കുറേ വീഡിയോസ് ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.